ഗുഡ് മോർണിംഗ്. അപ്പോൾ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ഇലക്ട്രോഡിൻ്റെ നേൺസ്റ്റിക്കേഷൻസ് എങ്ങനെയാണ് എഴുതുക എന്നുള്ളതാണ് പഠിച്ചത് അല്ലേ. നേൺസ്റ്റിക്കേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കറിയാം സെല്ലുകളുടെ വോൾട്ടേജ് കാണാനുള്ള മാത്തമാറ്റിക്കൽ ഇക്വേഷനാണ് നേൺസ്റ്റിക്കേഷൻ. അപ്പോൾ ഒരു ഇലക്ട്രോഡിൻ്റെ എന്താണ് ഇലക്ട്രോഡ് എന്ന് പറഞ്ഞാൽ ഒരു മെറ്റല് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ ഡിപ്പ് ചെയ്യുന്നതിനെയാണ് ഇലക്ട്രോഡായിട്ട് കൺസിഡർ ചെയ്യാറുള്ളത്. ഇപ്പോൾ സിങ്ക് എന്ന് പറയുന്ന മെറ്റല് സിങ്ക് സൾഫേറ്റിൽ ഇറക്കി വെക്കുക അല്ലേ, അതൊരു ഇലക്ട്രോഡാണ്. അതുപോലെ കോപ്പർ സൾഫേറ്റിൽ. അപ്പോൾ നമ്മൾ ഏത് മെറ്റലാണോ ഡിപ്പ് ചെയ്യുന്നത് അതിൻ്റെ തന്നെ സൊല്യൂഷനിൽ നമ്മൾ വെക്കുന്നതിനെ ഒരു ഇലക്ട്രോഡായിട്ട് കൺസിഡർ ചെയ്യാൻ പറ്റും. അപ്പോൾ അങ്ങനെയുള്ള ഇലക്ട്രോഡുകളിൽ ഓക്സിഡേഷനും റിഡക്ഷനും നടക്കുന്നതിൻ്റെ ഫലമായിട്ട് അവിടെ പൊട്ടൻഷ്യൽ ക്രിയേറ്റ് ചെയ്യും, വോൾട്ടേജ് ക്രിയേറ്റ് ചെയ്യും, കറണ്ട് ഡെവലപ്പ് ചെയ്യും അല്ലേ. അത് കാണാനുള്ള ഇക്വേഷനാണ് നേൺസ്റ്റിക്കേഷൻ. നേൺസ്റ്റിക്കേഷൻസ് ഈസ് മെയിൻലി യൂസ്ഡ് ടു ഫൈൻഡ് ഔട്ട് ദി വോൾട്ടേജ് ഓഫ് ആൻ ഇലക്ട്രോഡ്. ഒരു ഇലക്ട്രോഡിൻ്റെ വോൾട്ടേജ് കാണാനുള്ള ഇക്വേഷനാണ് നേൺസ്റ്റിക്കേഷൻ. ആ ഇക്വേഷൻ എന്താണെന്നുള്ളത് നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. അതിങ്ങനെയായിരുന്നു, മെറ്റൽ അല്ലേ, ഒരു ഏത് മെറ്റലാണോ വെക്കുന്നത് അതിൻ്റെ വോൾട്ടേജ്, അത് ക്രിയേറ്റ് ചെയ്യുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്നുള്ളത് E0M. എന്താണ് E0M? EMഉം E0Mഉം നമ്മൾ വേറെ ആയിട്ട് മനസ്സിലാക്കി എടുക്കണം കേട്ടോ. E0M എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ മെറ്റൽ സ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ ഉണ്ടാക്കുന്ന ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ വോൾട്ടേജ് ആണ് E0M. ഓക്കെ. EM എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അൺസ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ, ഒരു ഇലക്ട്രോഡ് അൺസ്റ്റാൻഡേർഡ് കണ്ടീഷനിൽ വരുമ്പോഴുണ്ടാകുന്ന വോൾട്ടേജ് ആണ് EM. അപ്പോൾ നമ്മൾ കാണുന്നത് അൺസ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ വോൾട്ടേജ് ആണ്, ഇലക്ട്രോഡ് പൊട്ടൻഷ്യലാണ്. അപ്പോൾ അത് കാണുന്നത് സമം E0M സ്റ്റാൻഡേർഡ് കണ്ടീഷനിലെ വോൾട്ടേജ് പ്ലസ് RT ഡിവൈഡ് ബൈ N ഇൻറ്റു F ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. അതുകൊണ്ട് പഠിച്ചെടുക്കാം. ഇതിൽ ആറിൻ്റെ വാല്യൂ നമുക്കറിയാം, യൂണിവേഴ്സൽ ഗ്യാസ് കോൺസ്റ്റൻറ്റ് 8.31. അതുപോലെ ടെമ്പറേച്ചർ 298 കെൽവിൻ. എഫ് എന്നുള്ളത് ഫാരഡേ കോൺസ്റ്റൻ്റ് ആണ്, നമ്മൾ പഠിക്കുന്നുണ്ട്. ഫാരഡേ കോൺസ്റ്റൻ്റ് അതിൻ്റെ വില വരുന്നത് 96500 കൂളമാണ്. 1 ഫാരഡ് ഈസ് ഈക്വൽ ടു 96500 കൂളം. ദെൻ കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്, അതായത് നമ്മൾ ആ റോഡ് എവിടെയാണോ ഡിപ്പ് ചെയ്യുന്നത് അതിൻ്റെ കോൺസെൻട്രേഷനാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ നമുക്ക് ഈ R കോൺസ്റ്റൻ്റ് ആണ്, T കോൺസ്റ്റൻ്റ് ആണ്, F കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഇതെല്ലാം ഈ ഭാഗം കൊണ്ട് റൗണ്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ പറയുന്നത് 0.05291 ആയിരിക്കും. ഏത് ഭാഗം ചെയ്യുമ്പോൾ ആറിൻ്റെ വില നമുക്കറിയാം 8.3104, T 298 കെൽവിൻ, ദെൻ F 96500 കൂളം. അപ്പോൾ ഇത്രയും ഭാഗം നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ ആൻസർ എത്രയാണ്? 0.05291 ആയിരിക്കും കേട്ടോ. അപ്പോൾ ഡിവൈഡ് ബൈ ബാക്കിയെല്ലാം അതുപോലെ തന്നെയാണ്, N ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ്. അപ്പോൾ ശരിക്ക് നേൺസ്റ്റിക്കേഷൻ നമുക്ക് ഇതും എഴുതാം കേട്ടോ. ഇതെന്നുള്ള വ്യത്യാസം, ഇത് നമ്മൾ ഈ ടേംസ് ഇവിടെ ആഡ് ചെയ്തിട്ട് ചെയ്തു എന്നേ ഉള്ളൂ, അത്രയും വ്യത്യാസം വരുന്നുള്ളൂ. ഓക്കെ. അപ്പോൾ ഇത് നേൺസ്റ്റിക്കേഷൻ തന്നെയാണ്, ഇത് നേൺസ്റ്റിക്കേഷൻ തന്നെയാണ്. ആരുടെ? ഒരു ഇലക്ട്രോഡിൻ്റെ നേൺസ്റ്റിക്കേഷനാണ്. അപ്പോൾ നമ്മുടെ ഹെഡിങ് അതൊന്നുമല്ല, നേൺസ്റ്റിക്കേഷൻ ഫോർ ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്ന് പറയുന്ന സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷനാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ ഡാനിയൽ സെൽ നമ്മൾ ആൾറെഡി പഠിച്ചെടുത്തു. സിങ്കും അതുപോലെ കോപ്പറും വരുന്ന സെല്ലുകളായിരുന്നു ഡാനിയൽ സെൽ അല്ലേ. ലെഫ്റ്റ് സൈഡിൽ സിങ്കും റൈറ്റ് സൈഡിൽ കോപ്പറും വരുന്ന ഒരു സെല്ലായിരുന്നു ഡാനിയൽ സെല്ല്. അപ്പോൾ അതിൻ്റെ നേൺസ്റ്റിക്കേഷനാണ് കാണേണ്ടത്. അപ്പോൾ നമുക്കറിയാം ഡാനിയൽ സെല്ലിൽ സിങ്ക് കോപ്പർ വരുന്നത് കൊണ്ട് നമ്മൾ കോമൺ ആയിട്ട് ഇവിടെ ഒരു മെറ്റലിൻ്റെ നേൺസ്റ്റിക്കേഷനാണ് ഇങ്ങനെ എഴുതാമെന്നുള്ളത് പഠിച്ചെടുത്തത്. അപ്പോൾ ആ മെറ്റൽ സിങ്ക് ആണെങ്കിൽ എങ്ങനെ വരും? ഈ എമ്മിൻ്റെ സ്ഥാനത്ത് നമ്മൾ സിങ്ക് എന്ന് കൊടുത്താൽ മതി അല്ലേ. EZn ഈസ് ഈക്വൽ ടു E0Zn പ്ലസ് 0.05291 ഡിവൈഡ് ബൈ N ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Mn പ്ലസ് എന്തായിട്ട് മാറും? Zn പ്ലസ് ആയിട്ട് മാറും. ഓക്കെ. അതുപോലെ കോപ്പറിൻ്റെ, അപ്പോൾ നമ്മുടെ എമ്മിൻ്റെ പൊസിഷനിൽ കോപ്പർ കൊടുത്താൽ അല്ലേ, ഈ കോപ്പർ ഇസ് ഈക്വൽ ടു E0 കോപ്പർ പ്ലസ് ലോഗ് അല്ലേ
സെയിം ആയിട്ട് വരും. അപ്പോൾ നമ്മൾ കോമൺ ആയിട്ട് ഇതാണ് പഠിച്ചെടുക്കേണ്ടത് കേട്ടോ. അപ്പോൾ അയേണിൻ്റെ നേൺസിക്കേഷൻ ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ഈ കോപ്പറിൻ്റെ സ്ഥാനത്ത് Fe എന്ന് കൊടുത്താൽ മതി. ക്ലിയർ? ഓക്കെ. പിന്നെ നമ്മൾ പഠിച്ചെടുത്തത് വി നോ ഇ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. അതായത് ഒരു സെല്ലെന്ന് പറയുമ്പോൾ 2 ഇലക്ട്രോഡുകൾ ഉണ്ടായിരിക്കും. ഒരു ഇലക്ട്രോഡ് മാത്രം ഉള്ളതല്ല സെല്ലുകൾ. ഇലക്ട്രോ കെമിക്കൽ സെൽ കണ്ടെയ്ൻ 2 ഇലക്ട്രോഡ്സ്. ലെഫ്റ്റ് സൈഡിൽ ഒരു സെൽ ഉണ്ടായിരിക്കും, റൈറ്റ് സൈഡിൽ ഒരു സെൽ ഉണ്ടായിരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള സെല്ലുകളുടെ വോൾട്ടേജ് എങ്ങനെയാണ് കാണുന്നത്? നമ്മൾ പഠിച്ചെടുത്താണ് കാഥോഡ് മൈനസ് ആനോഡ്. കാഥോഡിൻ്റെ വോൾട്ടേജ് മൈനസ് ആനോഡ് വോൾട്ടേജ്, അതിൻ്റെ ഡിഫറൻസ് ആയിരിക്കും ആ സെല്ലിൻ്റെ വോൾട്ടേജ്. EMF, ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, എല്ലാം പറയാറുണ്ട് കേട്ടോ. EMF എന്ന് പറയും. EMF മീൻസ് ഇലക്ട്രോമോട്ടീവ് ഫോഴ്സ്, അല്ലെങ്കിൽ ഇലക്ട്രോഡ് പൊട്ടൻഷ്യൽ എന്ന് പറയും, വോൾട്ടേജ്, അങ്ങനെ പല പല ടേമുകളും പറയാറുണ്ട്. യെസ്, അങ്ങനെയാണെങ്കിൽ സെല്ലിൻ്റെ വോൾട്ടേജ് കാണുന്നത് കാഥോഡ് മൈനസ് ആനോഡാണ്. നമുക്കറിയാം ഡാനിയൽ സെല്ലിൽ കാഥോഡ് ആരാണ്? കോപ്പറാണ്. അപ്പോൾ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് എന്ന് എഴുതാം. എപ്പോഴും ഇത് മാറരുത്. സെല്ലിൻ്റെ വോൾട്ടേജ് കാണുമ്പോൾ കാഥോഡിൽ നിന്നും ആനോഡിൻ്റെ വോൾട്ടേജ് മൈനസ് ചെയ്യാണ് ചെയ്യുക, അല്ലാതെ ആനോഡിൽ നിന്നും കാഥോഡ് മൈനസ് ചെയ്യാറില്ല. കാര്യം കാഥോഡിലാണ് റിഡക്ഷൻ പൊട്ടൻഷ്യൽ മാക്സിമം വരിക. ആനോഡിൽ റിഡക്ഷൻ പൊട്ടൻഷ്യൽ കപ്പാസിറ്റി മിനിമം ആയിരിക്കും കാഥോഡിനേക്കാളും. സോ അതിൻ്റെ വേരിയേഷൻസ് ഒരു പോസിറ്റീവ് സൈനിൽ അവസാനിക്കണമെങ്കിൽ വലുതിൽ നിന്ന് ചെറുത് മൈനസ് ചെയ്യേണ്ടി വരും. എനിവേ എന്താവട്ടെ, ഈ സെൽ ഇസ് ഈക്വൽ ടു ഈ കാഥോഡ് മൈനസ് ഈ ആനോഡ്. കാഥോഡ് കോപ്പറാണ്, സോ ഈ കോപ്പർ മൈനസ് ഈ സിങ്ക്. എങ്ങനെയാണ് നമ്മൾ ഈ കാഥോഡും ആനോഡും ചൂസ് ചെയ്യുക? നമ്മൾ ലോൺ എന്ന് പറയുന്ന ഒരു സിമ്പിൾ പഠിക്കുന്നുണ്ടായിരുന്നില്ലേ? ലോണിൽ ആനോഡ് ആരായിരിക്കണം? ഹൈ റിയാക്റ്റീവ് മെറ്റൽ. നമ്മൾ ആ സീരീസ് പഠിച്ചിട്ടുണ്ട്. സീരീസിൽ ഏതിനാണ് റിയാക്ടിവിറ്റി കൂടുതൽ എന്നുള്ളതൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും. അപ്പോൾ കോപ്പർ ആൻഡ് സിങ്ക് എടുക്കുമ്പോൾ അതിൽ റിയാക്ടിവിറ്റി ആർക്കാണ്? റിയാക്ടിവിറ്റി സിങ്കിനാണ് കൂടുതൽ. അപ്പോൾ സിങ്ക് ആനോഡ് വരണം. ആനോഡ് എപ്പോഴും ഹൈ റിയാക്റ്റീവ് മെറ്റൽ, അപ്പോൾ കാഥോഡ് ലെസ് റിയാക്റ്റീവ് മെറ്റൽ. ഓക്കെ. അപ്പോൾ നമുക്ക് നേൺസ്റ്റിക്കേഷൻ കാണേണ്ടത് ഡാനിയൽ സെല്ലിൻ്റെയാണ്. അപ്പോൾ ഈ സെല്ല് കാണുന്നത് കാഥോഡ് മൈനസ് ആനോഡ് എന്നുള്ളതാണ്. അപ്പോൾ നമുക്കറിയാം കാഥോഡ് ഇവിടെ കോപ്പറാണ്. കോപ്പറിൻ്റെ ഇക്വേഷൻ ഏതാണ്? ഇക്വേഷൻ 2 ആണ് അല്ലേ? ആനോഡിൻ്റെ ഇക്വേഷൻ ആയുള്ള സിങ്കിൻ്റെ ഇക്വേഷൻ 1 ആണ്. അപ്പോൾ 2ൽ നിന്ന് 1 മൈനസ് ചെയ്താൽ മതി. ക്ലിയർ ആവുന്നുണ്ടോ? ഈ കോപ്പർ മൈനസ് ഈ സിങ്ക് എന്നാണ് ഈ സെല്ല് കാൽക്കുലേറ്റ് ചെയ്യാനുള്ള ഇക്വേഷൻ. കോപ്പറിൻ്റെ ഇക്വേഷൻ 2 ആണ്, സിങ്ക് ഇക്വേഷൻ 1 ആണ്. മൈനസ് ചെയ്യാം. ആദ്യം ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യാം. രണ്ടുപേരുടെയും ലെഫ്റ്റ് സൈഡ് മൈനസ് ചെയ്യാം. ഈ Cu മൈനസ് ഈ സിങ്ക്. ഓക്കെ, ഈ Cu മൈനസ് ഈ സിങ്ക്. ദെൻ റൈറ്റ് സൈഡിലുള്ള ഈ ടേംസ് ആദ്യം മൈനസ് ചെയ്യാം. E0 Cu മൈനസ് E0 സിങ്ക്. ഇനി ഈ ടേമിൽ കോമൺ ആയിട്ട് 0.05291 ഡിവൈഡ് ബൈ n രണ്ടുപേരിലും കോമൺ ആണ്. സോ അതിനെ നമ്മൾ പുറത്തെടുത്തു അല്ലേ? പ്ലസ് 0.05291 ഡിവൈഡ് ബൈ n, ദെൻ ലോഗ് കൊടുത്തിട്ട് ആദ്യം ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Cu പ്ലസ് 2 മൈനസ് ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് Zn പ്ലസ് 2 കേട്ടോ. ഇക്വേഷൻ 2 മൈനസ് ഇക്വേഷൻ 1 എന്നുള്ളതാണ്. അപ്പോൾ ഇവിടെ മൈനസ് ആണ് വരിക അല്ലേ? ഇവിടെയൊക്കെ മൈനസ് വരാനുള്ള കാര്യം 2 മൈനസ് 1 ആയതുകൊണ്ടാണ് കേട്ടോ. നമ്മൾ മാത്സിൽ ഇക്വേഷൻ പഠിക്കാറുണ്ട്. പിന്നെ എന്താണ്? ലോഗ് എ മൈനസ് ലോഗ് ബിയുടെ റിസൾട്ട് ലോഗ് എ ബൈ ബി എന്നുള്ളതാണ് അല്ലേ? ലോഗ് എ ബൈ ബി എന്നുള്ളത് നമുക്ക് എങ്ങനെ എഴുതാം? ലോഗ് എ മൈനസ് ലോഗ് ബി എന്ന് എഴുതാം. മനസ്സിലാവുന്നുണ്ടോ? ലോഗ് എ ഇൻറ്റു ബീനെ ലോഗ് എ പ്ലസ് ലോഗ് ബി എന്ന് എഴുതാം. അത് വേറെ ഇക്വേഷനാണ്. അപ്പോൾ ലോഗ് എ മൈനസ് ലോഗ് ബിയുടെ റിസൾട്ട് ലോഗ് എ ബൈ ബി ആണ്. സോ ഈ ഭാഗം എന്ത് വരും? ഈ Cu മൈനസ് ഈ സിങ്ക്. Cu കാഥോഡാണ്, Zn ആനോഡാണ്. അപ്പോൾ ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് ഏത്? ഈ കാഥോഡ് മൈനസ് ഈ ആനോഡാണ് ഈ സെൽ. അപ്പോൾ ഇവിടെ നമുക്ക് ഈ സെൽ എന്ന് എഴുതാം. ഈ ഭാഗം ഈ സെൽ. ഈ ഭാഗവും ഈ സെല്ല് തന്നെയാണ്. ഇവിടെ ഒരു 0 കൂടെ കൊടുത്താൽ മതി. അപ്പോൾ E0 സെൽ അല്ലേ? കാഥോഡ് മൈനസ് ആനോഡാണ്. മുകളിൽ 0 എന്നുള്ള അവിടെ കാണിക്കുന്നത് സ്റ്റാൻഡേർഡ് കണ്ടീഷൻ എന്നുള്ളതാണ് കേട്ടോ. പ്ലസ് 0.05291 ഡിവൈഡ് ബൈ n ഇൻറ്റു ലോഗ് എ മൈനസ് ബി എന്തായിട്ട് മാറി? ലോഗ് എ ബൈ ബി ആയിട്ട് മാറില്ല. അപ്പോൾ ലോഗ് ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് Cu പ്ലസ് 2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Zn പ്ലസ് 2. ഇതാണ് ആരുടെ നേൺസ്റ്റിക്കേഷൻ? നേൺസ്റ്റിക്കേഷൻ ഓഫ് ഡാനിയൽ സെൽ. ഡാനിയൽ സെൽ എന്നുള്ളത് സിങ്ക് കോപ്പർ സെല്ലായിരുന്നു. അപ്പോൾ പലപ്പോഴും ഇതിൻ്റെ ഡെറിവേഷൻസ് വരാറുണ്ട്. ഡിറൈവ് ദി നേൺസ്റ്റിക്കേഷൻ ഓഫ് ഡാനിയൽ സെൽ. അപ്പോൾ ഈ ഡെറിവേഷൻസ് എഴുതാം. ചിലപ്പോൾ ഈ ഇക്വേഷൻ വെച്ചുള്ള പ്രോബ്ലങ്ങളാണ് വരാറുള്ളത്. ഓക്കെ.
ഇനി ചില സമയങ്ങളിൽ നമുക്കിവിടെ വേറെ 2 വ്യത്യസ്ത സെല്ലുകൾ തരാം. അപ്പോൾ നമുക്ക് തന്നത് ഡാനിയൽ സെല്ലാണ്. ഇപ്പോൾ Fe ആൻഡ് മഗ്നീഷ്യം എന്ന് പറയുന്ന 2 മെറ്റൽസ് അല്ലേ, അയേൺ ആൻഡ് മഗ്നീഷ്യം എന്ന് പറയുന്ന 2 മെറ്റൽസിൻ്റെ നേൺസ്റ്റിക്കേഷൻസ് ഡിറൈവ് ചെയ്യാൻ വരാറില്ല. ബട്ട് അതിൻ്റെ ആ ഇക്വേഷൻ ലാസ്റ്റ് വരുന്ന ഇക്വേഷൻ എങ്ങനെയായിരിക്കും എന്നൊന്ന് എഴുതാൻ ചിലപ്പോൾ വരാറുണ്ട്. മനസ്സിലാവുന്നുണ്ടോ? നമ്മൾ സിങ്ക് കോപ്പർ സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷൻ ലാസ്റ്റ് ഡിറൈവ് ചെയ്തപ്പോൾ ഇങ്ങനെയാണ് കിട്ടിയത് അല്ലേ. അപ്പം അതുപോലെ Fe മഗ്നീഷ്യം സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷൻ എങ്ങനെയായിരിക്കും? അപ്പോൾ ഇവിടെ നിങ്ങൾ മനസ്സിലാക്കേണ്ടത് ഈ ഭാഗങ്ങളൊക്കെ സെയിം ആയിരിക്കും. ഈ സെല്ല് E0 സെൽ പ്ലസ് 0.05291 ഡിവൈഡ് ബൈ ഇവിടെയാണ് ചേഞ്ച് ചെയ്യുക. ഈ n ചേഞ്ച് ചെയ്യാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ തൽക്കാലം അവിടെ n എന്ന് കൊടുക്കാം. ദ ലോഗ് ഓഫ് ഇവിടെയാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇവിടെ ആദ്യം നമ്മൾ ആരെഴുതും? Feനാണ്. മുകളിൽ Fe ആണോ അതോ മഗ്നീഷ്യം ആണോ? അല്ലെങ്കിൽ Feയുടെ സ്ഥാനം മുകളിലാണോ താഴെയാണോ? മഗ്നീഷ്യത്തിൻ്റെ സ്ഥാനം എവിടെയാണെന്നുള്ളത് അങ്ങനെ മനസ്സിലാക്കിയെടുക്കാം. അപ്പോൾ നമുക്കറിയാം നേൺസ്റ്റിക്കേഷനിൽ ഈ ലോഗ് Cu+2ൻ്റെ റിയാക്ടിവിറ്റി അല്ലെങ്കിൽ ഇതെങ്ങനെയാണ്? ലെസ് റിയാക്റ്റീവ് ആണ്. സിങ്കാണ് ഹൈ റിയാക്റ്റീവ്. അപ്പോൾ ഹൈ റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റൽ എപ്പോഴും താഴെയാണ് വരിക, ഡിനോമിനേറ്ററിലാണ് വരുന്നത് കേട്ടോ. ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ള മെറ്റലാണ് മുകളിൽ വരിക. അപ്പോൾ ഇതിൽ ഏതാണ് ലെസ് റിയാക്റ്റീവ്? ഇതിൽ ഹൈ റിയാക്റ്റീവ് മഗ്നീഷ്യം ആണ്, ലെസ് റിയാക്റ്റീവ് Fe ആണ്. അപ്പോൾ അത് നമുക്ക് എവിടെ നിന്നാണ് കിട്ടുന്നത്? ഇലക്ട്രോ കെമിക്കൽ സീരീസ് പഠിക്കണം. ആ സീരീസിൽ റിയാക്ടിവിറ്റി ഓർഡർ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഒരുപാട് മെറ്റൽസ് അതിലുണ്ട്, അതിൽ റിയാക്ടിവിറ്റി ഓർഡർ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഈ സെല്ലിൻ്റെ നേൺസ്റ്റിക്കേഷൻ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ എഴുതാം. ഈ സെൽ ഈസ് ഈക്വൽ ടു E0 സെൽ പ്ലസ് 0.05291 ഡിവൈഡ് ബൈ 0.05291 ഡിവൈഡ് ബൈ n ഇൻറ്റു ലോഗ് കോൺസെൻട്രേഷൻ ഓഫ് ആരാ മുകളിൽ വരിക? അതിൽ ലെസ് റിയാക്റ്റീവ് ആയിട്ടുള്ളത് ആരാണ്? Fe ആണ്. അപ്പോൾ കോൺസെൻട്രേഷൻ ഓഫ് Fe+2 ഡിവൈഡ് ബൈ കോൺസെൻട്രേഷൻ ഓഫ് Mg+2 ഇങ്ങനെയാണ് വരുന്നത് ഇതിൻ്റെ നേൺസ്റ്റിക്കേഷൻ. അപ്പോൾ അങ്ങനെ 2 വ്യത്യസ്ത മെറ്റൽസ് തന്ന് അതിൻ്റെ നേൺസ്റ്റിക്കേഷൻസ് എഴുതാനുള്ള ക്വസ്റ്റ്യൻസ് വരാറുണ്ട് കേട്ടോ. അപ്പോൾ ഡീപ്പായിട്ട് നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ പഠിക്കാം.